السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم لك أسلمنا وبك آمنا وعليك توكلنا وإليك أنبنا وبك خاصمنا. نعوذ بعزتك لا إله إلا أنت أن تضلنا. أنت الحي الذي لا يموت والجن والإنس يموتون. أما بعد. സഹോദരങ്ങളെ, ഇവിടെ അടുത്ത പ്രദേശത്തുള്ള ഒരു പഴയകാല തൗഹീദി പ്രവർത്തകൻ മമ്മു ഹാജി എന്ന് പറയുന്ന ആൾ മരണപ്പെട്ടു ഇന്നലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മയും അദ്ദേഹത്തെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ആമീൻ. സൂറത്തു അൽ ഹദീദിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു പറയുന്നു, ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ في 6 أيام ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير. هو الذي അവൻ അല്ലാഹു ആകുന്നു خلق السماوات والأرض, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് അവനാകുന്നു. ഫി 6 അയ്യാമിൻ, 6 ദിവസങ്ങളിലായി. ثم استوى على العرش, പിന്നെ അവൻ അർശിനുമേലായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അർശിനുമേൽ, അതിനു മുകളിൽ ഇസ്തിവാ ചെയ്തു. അർശ് എന്നത് അവൻ്റെ സിംഹാസനമാണ്. നമുക്ക് അർത്ഥം മനസ്സിലാകാനുള്ള ഭാഷയിൽ പറഞ്ഞാൽ, ഭൂമിയിലെ രാജാക്കന്മാർക്ക് അർശുണ്ട്, സിംഹാസനമുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ അർശ് അതിനേക്കാളെല്ലാം വലുതാണ്. അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ് അവൻ്റെ അർശ്. അതിനു മുകളിലാണ് അള്ളാഹു ഉള്ളത്. അവൻ അർശിനു മുകളിലായി. യഅലമു മാ യലിജു ഫിൽ അർദ്, യഅലമു, അവൻ അറിയുന്നു, മാ യലിജു ഫിൽ അർദി, ഭൂമിയിൽ പ്രവേശിക്കുന്നതെന്തോ അതിനെക്കുറിച്ചെല്ലാം. വമാ യഖ്റുജു മിൻഹാ, ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്തോ അതെല്ലാം. വമാ യൻസിലു മിനസ് സമാഇ, ആകാശത്ത് നിന്ന് മുകളിൽ നിന്ന് താഴെ ഇറങ്ങുന്നതെന്തോ അതെല്ലാം. വമാ യഅ്റുജു ഫീഹാ, മുകളിലേക്ക് കയറിപ്പോകുന്നതെന്തോ അതെല്ലാം. ഇതെല്ലാം അല്ലാഹു അറിയുന്നു. വഹുവ മഅക്കും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഏറ്റവും നന്നായി എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്ന ബസീറാകുന്നു. അതിമഹത്തായ ഒരു ആയത്താണിത്. നോക്കൂ, ഈ ആയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ആയത്തിൽ അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ അർശിന് മുകളിലാണെന്നും നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞ ആയത്താണിത്. നമ്മൾ അഖീദ പഠിക്കുമ്പോൾ ധാരാളമായി അഖീദയുടെ കിതാബുകളിൽ ഉദ്ധരിക്കപ്പെടുന്ന ആയത്താണിത്. കാരണം ഈ ആയത്തിൽ അള്ളാഹു രണ്ടും പറഞ്ഞിരിക്കുന്നു. ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ ഫീ 6 അയ്യാമിൻ ثم استوى على العرش يعلم ما يلج في الأرض وما يخرج منها وما ينزل من السماء وما يعرج فيها وهو معكم أينما كنتم والله بما تعملون بصير. അള്ളാഹു 7 ആകാശങ്ങൾക്ക് മുകളിൽ അവൻ്റെ അർശിനു മുകളിലാണ് അവൻ ഉള്ളത്. അവൻ എല്ലായിടത്തുമുണ്ട് എന്ന വിശ്വാസം വളരെ തെറ്റായ വിശ്വാസമാണ്. അള്ളാഹു ഫി കുല്ലി മകാൻ എന്ന് പറയുന്ന വിശ്വാസം അത് ഹുലൂൽ വാദക്കാരുടെ വിശ്വാസമാണ്. അഥവാ അള്ളാഹു ഭൂമിയിൽ അവതരിക്കുന്നു, അള്ളാഹു തൂണിലും തുരുമ്പിലുമുണ്ട്, രണ്ടില്ല, എല്ലാം ഒന്നാണ്, അദ്വൈതം. അതിൻ്റെ ആളുകളുടെ വാദമാണ് അള്ളാഹു എല്ലായിടത്തുമുണ്ട് എന്നത്. ഒരിക്കലുമല്ല. അള്ളാഹു ഉള്ളത് 7 ആകാശങ്ങൾക്ക് മുകളിൽ ആണ്.
അവൻ്റെ അർശിന് മുകളിലാണ് അള്ളാഹു ഉള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാധുവായ അടിമ സ്ത്രീ മുഅ്മിനത്താണോ, യഥാർത്ഥ ഈമാനുള്ള പെണ്ണാണോ എന്ന് പരിശോധിക്കാൻ ചോദിച്ച ചോദ്യം തന്നെ എന്താണ്? അയ്നല്ലാഹ്, അള്ളാഹു എവിടെ? അവരുത്തരം പറഞ്ഞു, ഫിസ്സമാ, മുകളിലാണ്, 7 ആകാശങ്ങൾക്ക് മേലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ആരാണെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, അൻത റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅ്തിഖ്ഹാ ഫഇന്നഹാ മുഅ്മിന, അവരെ മോചിപ്പിക്കുക, സ്വതന്ത്രയാക്കുക, അവർ സത്യവിശ്വാസിനിയായ സ്ത്രീയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലാണുള്ളത് എന്ന്. എന്നാൽ അവൻ നമ്മോട് എല്ലാവരോടും ഒപ്പമുണ്ട്. അവൻ്റെ ഇൽമു കൊണ്ട്, അവൻ്റെ ഖുദ്റത്ത് കൊണ്ട്, അവൻ്റെ ഇഹാത്തത്ത് കൊണ്ട്, അവൻ്റെ അറിവ് എല്ലായിടത്തുമുണ്ട്, അവൻ്റെ കഴിവ് എല്ലായിടത്തുമുണ്ട്. അവൻ എവിടെയും നടക്കുന്നതറിയും, അവൻ എവിടെയും എന്തും സാധിക്കും. അതുപോലെ 7 ആകാശങ്ങളും ഭൂമിയും അതിലുള്ളതുമെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഒരാൾ നമ്മുടെ ഉള്ളം കയ്യിൽ കുറച്ച് തരിമണികൾ അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത് എടുത്തു പിടിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നതുപോലെ മാത്രമാണ്. അള്ളാഹു മുഹീത്താണ്. അള്ളാഹു വലയം ചെയ്ത നിലയിൽ നമ്മെക്കുറിച്ച് അറിയുന്നു. ആ നിലക്ക് അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഇത് രണ്ടും അള്ളാഹു ഈ ആയത്തിൽ ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു. അതിമഹത്തായ മറ്റുള്ള കാര്യങ്ങളും ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്നു. നോക്കൂ, റബ്ബിൻ്റെ പ്രത്യേകത എന്താണ്? അവനാണ് 7 ആകാശങ്ങളും ഭൂമിയും പടച്ചവൻ. 6 ദിവസങ്ങളിലായി. അള്ളാഹു പറഞ്ഞു, വമാ മസ്സനാ മിൻ ലൂബ്. സൂറത്തു ഖാഫിൽ അള്ളാഹു പറഞ്ഞു, വലഖദ് ഖലഖന അസ്സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ 6 അയ്യാമിൻ വമാ മസ്സനാ മിൻ ലൂബ്. നാം 6 ദിവസങ്ങളിലായി 7 ആകാശങ്ങളും ഭൂമിയും അതിനിടയിലുള്ളതുമെല്ലാം പടച്ചു. വമാ മസ്സനാ മിൻ ലൂബ്, നമ്മെ യാതൊരു ക്ഷീണവും ബാധിച്ചിട്ടില്ല. കാരണം അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായ യഹൂദികൾ അവർ പറയുന്നത് 6 ദിവസം അള്ളാഹു സൃഷ്ടിച്ചു, 7ാമത്തെ ദിവസം അള്ളാഹു വിശ്രമിക്കാൻ പോയി എന്നാണ്. തആല അല്ലാഹു അമ്മാ യഖൂലു الظالمون ഉലുവൻ കബീറ. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകൾ അള്ളാഹു പറയുന്നു. വമാ മസ്സനാ മിൻ ലുഗൂബ്, നമ്മെ ക്ഷീണം ബാധിച്ചിട്ടില്ല. അഫഅഈന ബിൽ ഖൽഖിൽ അവ്വൽ, ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട് നമുക്ക് വല്ല ക്ഷീണവും ഉണ്ടായോ? ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ്, വീണ്ടും പുതുതായി നാം അവരെ പടക്കും എന്നതിനെക്കുറിച്ച് അവരതാ സംശയത്തിലായിരിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ, അവൻ ആദ്യം പടച്ചവനാണ്. അവനെന്ത് പ്രയാസമാണ്? അവലൈസ അല്ലദീ ഖലഖ അസ്സമാവാതി വൽ അർദ, أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون. ആകാശഭൂമികളെ പടച്ചവന് അവരെ വീണ്ടും പടക്കാൻ അവൻ അങ്ങനെയുള്ളവൻ കഴിവുള്ളവനല്ലേ? ബല, തീർച്ചയായും. വഹുവൽ ഖല്ലാഖുൽ അലീം, അവനാണ് ഏറ്റവും നന്നായി എല്ലാവരെയും സൃഷ്ടിക്കുന്നവനും അൽ അലീം, എല്ലാം ഏറ്റവും നന്നായി അറിയുന്ന റബ്ബും. അവൻ എൻ്റെ കാര്യമെന്നാൽ അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ എന്ന് പറയുകയേ വേണ്ടൂ, നീ ഉണ്ടാകൂ എന്ന് പറയുകയേ വേണ്ടൂ. അപ്പോൾ അത് സംഭവിക്കുന്നു, അതുണ്ടാകുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ കാര്യം. അവൻ തീരുമാനിച്ചതേ നടക്കുകയുള്ളൂ, അവൻ തീരുമാനിച്ചതേ സംഭവിക്കുകയുള്ളൂ. അങ്ങനെയുള്ള റബ്ബ് അവൻ 6 ദിവസങ്ങളിലായി ആകാശങ്ങളും ഭൂമിയും പടച്ചു. അള്ളാഹു ഉദ്ദേശിച്ചാൽ അതെല്ലാം എങ്ങനെ വേണമെങ്കിലും അവന് സൃഷ്ടിക്കാം. പക്ഷെ അവൻ്റെ ഹിക്മത്ത് പ്രകാരം അവൻ സൃഷ്ടിച്ചത് 6 ദിവസങ്ങളിലായിട്ടാണ്. 6 ദിവസങ്ങളിലായിട്ടാണ് അവൻ സൃഷ്ടിച്ചത്. ثم استوى على العرش, എന്നിട്ട് അവൻ അവൻ്റെ അർശിന് മുകളിലായിരിക്കുന്നു. അവൻ അർശിൻ്റെ റബ്ബാണ്. യഅലമു, അവൻ അറിയുന്നു, മാ യലിജു ഫിൽ അർദ്, ഭൂമിയിൽ പ്രവേശിക്കുന്നത്, ഭൂമിയിൽ എന്തൊക്കെ പ്രവേശിക്കുന്നുണ്ട്. യഅലമു മാ യലിജു ഫിൽ അർദ്, ഇമാം ഇബ്ൻ കസീർ പറയുന്നു, യഅലമു അദദ മാ യദ്ഖുലു ഫീഹാ മിൻ ഹബ്ബിൻ വഖതറിൻ, ഭൂമിയുടെ ഉള്ളിലേക്ക് കയറിപ്പോകുന്ന വിളകളുടെ വിത്തുകൾ
ചെറിയ ചെറിയ വിത്തുകൾ, ചിലപ്പോൾ നമുക്ക് കാണാൻ പോലും വളരെ പ്രയാസമായ അത്രയും ചെറിയ വിത്തുകളുണ്ട്. അത് ഭൂമിയുടെ മണ്ണിനുള്ളിലേക്ക് ഊർന്നിറങ്ങുന്നു. അതുപോലെ അള്ളാഹു അതാ മുകളിൽ നിന്ന് റഹ്മത്തായി പെയ്യിക്കുന്ന മഴ, അതിൽ ഓരോ തുള്ളിയും ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങുന്നു. ഇതിലോരോ തുള്ളിയെക്കുറിച്ചും അറിയുന്നവനാകുന്നു റബ്ബ്. ഇതിലോരോ വിത്തിനെക്കുറിച്ചും അറിയുന്നവനാകുന്നു റബ്ബ്. പിന്നെ ഭൂമിയിൽ അള്ളാഹു ആലം എന്തൊക്കെ അതിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ അള്ളാഹു റബ്ബുൽ ആലമീൻ അതെല്ലാം അറിയുന്നു. അവൻ ഈ ഭൂമിയുടെ റബ്ബാൻ, അത്ഭുതകരമായി ഈ ഭൂമിയുടെ റബ്ബാൻ. നാം ഈ ഭൂമിയിൽ തന്നെയാണ് നടക്കുന്നതും വാഹനമോടിക്കുന്നതും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതുമെല്ലാം. അതൊന്നും ഭൂമിയിൽ ആണ്ടുപോകുന്നില്ല, അതൊന്നും ഭൂമിയിൽ ആഴ്ന്നിറങ്ങുന്നില്ല. എന്നാൽ ഇതേ ഭൂമി തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതാ നമ്മൾ കുഴിക്കുന്നു, നമ്മുടെ മരണപ്പെട്ടവരെ കബറടക്കുന്നു. അലം നജഅലിൽ അർദ കിഫാത അഹ്യാഅൻ വഅംവാത, നാം ഭൂമിയെ മതിയാക്കിയില്ലയോ? അഹ്യാഅൻ വഅംവാത, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും. ജീവിച്ചിരിക്കുന്നവരതാ ഇതിൻ്റെ മുകളിലൂടെ നടക്കുന്നു, മരിച്ചുപോയവരതാ ഈ ഭൂമിയിൽ തന്നെ നാം കബറടക്കുന്നു. എവിടെയും കൊണ്ടുപോയി പുറത്തെവിടെയെങ്കിലും കളയുകയാണോ? ഭൂമിക്ക് പുറത്ത് അല്ല. ഈ ഭൂമി അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും മതിയായതാക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ള റബ്ബ്, ഈ ഭൂമിയുടെ റബ്ബ്. വമാ യഖ്റുജു മിൻഹാ, ഇതിൽ നിന്ന് പുറത്തു പോകുന്നതിനെ കുറിച്ചും അള്ളാഹു അറിയുന്നു. എന്താണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? മിൻ നബാത്തിൻ, ഇബ്നു കസീർ പറയുന്നു മിൻ നബാത്തിൻ വസറഇൻ വസിമാരിൻ, ഇതിൽ നിന്ന് അതാ ചെടികൾ വരുന്നു, അതുപോലെ കാർഷിക വിളകൾ മുളക്കുന്നു, ഇതിൽ നിന്ന് പഴങ്ങൾ അത് മുളച്ചു വരുന്നു. ഒരേ ഭൂമിയിൽ നിന്ന് ഒരേ വെള്ളം അത് കുടിച്ച്, എന്നാൽ അതിൻ്റെ ഫലങ്ങളാകട്ടെ വേറിട്ടതാണ്, പല നിറങ്ങളാണ്, പല മണമാണ്, പല രുചിയാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ളവനാണ് റബ്ബ്. ഏതുപോലെ അള്ളാഹു പറഞ്ഞു സൂറത്തുൽ അൻആമിൽ, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർദി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അവൻ്റെ പക്കലാണ് ഗൈബിൻ്റെ താക്കോലുകളുള്ളത്. അദൃശ്യ വിജ്ഞാനത്തിൻ്റെ താക്കോലുകൾ റബ്ബിൻ്റെ കയ്യിൽ മാത്രമാണ്. അതുകൊണ്ട് ഗൈബ് അദൃശ്യമാർക്കേ അറിയൂ, അള്ളാഹുവിന് മാത്രം. അള്ളാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയാമെന്ന് വിശ്വസിച്ചാൽ അവൻ അള്ളാഹുവിൽ പങ്കുചേർത്തിരിക്കുന്നു. അള്ളാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയാമെന്ന് വിശ്വസിച്ചാൽ അവൻ അള്ളാഹുവിൽ പങ്കുചേർത്തിരിക്കുന്നു. പാടില്ല. അള്ളാഹുവിന് മാത്രമേ ഗൈബ് അറിയുകയുള്ളൂ, അദൃശ്യം അറിയുകയുള്ളൂ, നാളെ നടക്കുന്നത് എന്താണെന്ന് അറിയുകയുള്ളൂ. അവൻ്റെ അടിമകളിൽ അവൻ്റെ ഗൈബ് അറിയിച്ചു കൊടുത്ത റസൂലുകൾക്ക് പോലും അവൻ്റെ ഗൈബിൽ വളരെ കുറച്ച് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹു അറിയിച്ചു കൊടുത്ത വളരെ തുച്ഛമായ ഗൈബ് മാത്രം. അല്ലാതെ അള്ളാഹു അവൻ്റെ മുഴുവൻ ഗൈബും അവൻ്റെ പടപ്പുകൾക്ക് അറിയിച്ചു കൊടുത്തിട്ടില്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. അള്ളാഹു പറയൂ നബിയെ, ആകാശങ്ങളിലോ ഭൂമിയിലോ ഉള്ള ഒരാളും തന്നെ ഗൈബ് അറിയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെയോ ഭാവി അറിയാമെന്ന് വാദിക്കുന്ന ആളുടെയോ അടുത്തു പോവുകയും എന്നിട്ട് അവൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ച അതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു, കാഫിറായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര പാവപ്പെട്ട വിവരമില്ലാത്ത മുസ്ലിമീങ്ങളാണ് ഇതറിയാതെ ഭാവി അറിയാമെന്ന് വാദിക്കുന്ന ജ്യോത്സ്യന്മാരുടെയും തങ്ങന്മാരുടെയും ഒക്കെ അരികിലേക്ക് ചെല്ലുന്നത്. എത്ര മുസ്ലിയാക്കന്മാരാണ് അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വാക്ക് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി ഉണ്ടായിരിക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് അവിടുത്തെ ഹദീസുകളിൽ വ്യക്തമായി ഉണ്ടായിരിക്കെ,
കാരണം എന്താ? ജനങ്ങളുടെ വിവരക്കേട് അവർ മുതലെടുക്കുകയാണ്. ജനങ്ങളുടെ ജഹൽ, അവരുടെ അജ്ഞതയാണ് എല്ലാ പിഴച്ച കക്ഷികളും മുതലെടുക്കുക. അജ്ഞതയുടെ ആളുകളെ അവർ പഴപ്പിച്ച് പല വഴിയിലേക്ക് കൊണ്ടുപോകും. ചിലർ ശിർക്കിലേക്ക് കൊണ്ടുപോകും, ചിലർ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകും, ചിലർ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും ഒക്കെ കൊണ്ടുപോകും. ഒക്കെ കാരണം എന്താണ്? വിവരക്കേടാണ്. ദീനിൽ വിവരമില്ല. ദീൻ അവർ എന്തൊക്കെയോ പഠിച്ചിരിക്കുന്നു, ആരൊക്കെയോ പഠിപ്പിച്ച എന്തൊക്കെയോ പഠിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഈ ഉമ്മത്തിലെ നല്ലവരായ മുൻഗാമികളുടെയും, അവർക്കാണ് അസ്സലഫു സാലിഹ് എന്ന് പറയുക. അവരിലേക്ക് ചേർത്തുകൊണ്ടാണ് അസ്സലഫി എന്നൊരാൾ പറയുന്നത്. അവരുടെ മാർഗം മനസ്സിലാക്കാത്ത ആളുകളെയാണ് ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുപോവുക. നസ്അലുല്ലാഹൽ ആഫിയ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാ ഹു. അല്ലാഹുവിൻ്റെ അരികിൽ, അവൻ്റെ കയ്യിലാണ്, അവൻ്റെ അടുത്താണ് ഗൈബിൻ്റെ താക്കോലുകൾ, അവനല്ലാതെ അത് അറിയുകയില്ല. വയഅലമു, അവൻ അറിയുന്നു, മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ളത്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ, ഒരില പോലും വീഴുന്നില്ല, ഇല്ലാ യഅലമുഹാ, അല്ലാഹു അറിഞ്ഞിട്ടല്ലാതെ. വല ഹബ്ബത്തിൻ ഫി ദുലുമാതിൽ അർദ്, ഭൂമിയുടെ ഇരുട്ടുകളിലുള്ള ഒരു ഹബ്ബ, ഒരു ചെറിയ ധാന്യമണി. വല റത്ബിൻ, ഒരു പച്ചയോ, വല യാബിസിൻ, അല്ല ഉണങ്ങിയതോ ആയ ഒന്നുമില്ല, ഇല്ലാ ഫി കിതാബിൻ മുബീൻ, അള്ളാഹുവിൻ്റെ വ്യക്തമായ കിതാബിലുണ്ടായിട്ടല്ലാതെ. അള്ളാഹു അതെല്ലാം അറിയുന്നു. സുബ്ഹാനല്ലാഹ്. അവനതാ സമുദ്രങ്ങളിലെ നുരയുടെ എണ്ണം അറിയുന്നു. അവനതാ മഴ പെയ്യുന്ന ആ മഴയിലെ തുള്ളികളുടെ എണ്ണം അറിയുന്നു. അവൻ നമ്മുടെ ശ്വാസനിശ്വാസങ്ങൾ അറിയുന്നു, നമ്മുടെ ഹൃദയമിടിപ്പ് അറിയുന്നു. അവനറിയാത്തതായി ഒന്നുമില്ല. ആരെന്തെവിടെ മറച്ചു വെച്ചാലും, ആരെന്തെവിടെ ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ചാലും അതിനു മുമ്പേ അള്ളാഹു അറിയുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല അറിയുന്നു. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വല ഹബ്ബത്തിൻ ഫി ദുലുമാതിൽ അർദ് വല റത്ബിൻ വല യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ. അതുപോലെയാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, യഅലമു മാ യൽജു ഫിൽ അർദി, ഭൂമിയിൽ പ്രവേശിക്കുന്നതെന്തോ അവനത് അറിയുന്നു. വമാ യഖ്റുജു മിൻഹാ, ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതെന്തോ അതും അള്ളാഹു അറിയുന്നു. വമാ യൻസിലു മിനസ് സമാ, മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് താഴേക്ക് വരുന്നത് അതും അള്ളാഹു അറിയുന്നു. എന്താണ് മുകളിൽ നിന്ന് താഴെ വരുന്നത്? ഐ മിനൽ അംതാർ, മഴ. വസുലൂജി വൽ ബർദി വൽ അഖ്ദാർ, അതുപോലെ മഞ്ഞും ആലിപ്പഴവും. മഴയുടെ മഴ പോലെ അതാ തണുത്ത ഐസ് ഇങ്ങനെ താഴേക്ക് വീഴുക, മഞ്ഞ് കട്ടകൾ താഴേക്ക് വീഴുക, ഇതെല്ലാം അള്ളാഹു അറിയുന്നു. വൽ അഖ്ദാർ, അതുപോലെ അള്ളാഹുവിൻ്റെ ഖദർ, അവൻ തീരുമാനിച്ച കാര്യങ്ങൾ അത് താഴേക്ക് വരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയും കൊണ്ട് മലായിക്കത്ത് വരുന്നു. വൽ അഹ്കാമി, അതുപോലെ അവൻ്റെ വിധികൾ, ഇതും മലായിക്കത്ത് താഴേക്ക് കൊണ്ടുവരുന്നു. വൽ അഖ്ദാർ വൽ അഹ്കാം മഅൽ മലായിക്കത്തിൽ കിറാം, മലക്കുകൾ അതോടൊപ്പം ഇറങ്ങി വരുന്നു. മലായിക്കത്ത് ഇറങ്ങി വരുന്നുണ്ട് ഭൂമിയിൽ. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു. വമാ യഅ്റുജു ഫീഹാ, മുകളിലേക്ക് കയറിപ്പോകുന്നതും. ഐ മിനൽ മലായിക്കത്തി, മലക്കുകൾ മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട്. വൽ അഅമാൽ, അഅമാൽ എന്താ? പ്രവർത്തനങ്ങൾ. അള്ളാഹു പറഞ്ഞു, ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ് വൽ അമലു സാലിഹു യർഫഉഹു, അവനിലേക്കാണ് നല്ല വാക്കുകൾ കയറിപ്പോകുന്നത്, സാലിഹായ അമലുകൾ അതിനെ ഉയർത്തുന്നു. സാലിഹായ അമലുകൾ അതിനെ ഉയർത്തുന്നു. സൽപ്രവർത്തനങ്ങൾ റബ്ബിലേക്ക് കയറിപ്പോകും. റബ്ബ് മുകളിലായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കിതാബ് അവൻ ഇറക്കിയിരിക്കുന്നു. തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. അതുപോലെ അവനിൽ നിന്ന് മലായിക്കത്ത് ഇറങ്ങുന്നു, അവനിലേക്ക് അമലുകൾ കയറിപ്പോകുന്നു. അവനോട് നേരിട്ട് സംസാരിക്കാനായി അവൻ അവൻ്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അള്ളാഹുമായി അവിടുന്ന് സംസാരിച്ചു. അള്ളാഹുവിനെ കാണാതെ അള്ളാഹുവിനോട് സംസാരിച്ചു. അത് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, യർഫഉ ഇലൈഹി അമലുൽ ലൈലി യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അൻ-നഹാർ വഅമലു അൻ-നഹാരി ഖബ്ല അൽ-ലൈൽ. പകലാകുന്നതിന് മുമ്പേ രാത്രി ചെയ്ത അമലുകൾ, പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു. രാത്രിയാകുന്നതിന് മുൻപ് പകൽ ചെയ്ത അമലുകൾ അള്ളാഹുവിലേക്ക് കയറിപ്പോകുന്നു. അതുപോലെ മലായിക്കത്ത് സാക്ഷിയാകുന്ന
നിസ്കാരങ്ങളുണ്ട്, അസ്റും സുബ്ഹും, ഫജ്റും അസ്റും. ഈ രണ്ട് നിസ്കാരങ്ങൾക്ക് രണ്ട് മലായിക്കത്തും സാക്ഷിയായിരിക്കും എന്ന് പറഞ്ഞാൽ രാത്രിത്തെ മലക്കുകളും അതുപോലെ പകലിലെ മലക്കുകളും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസിൽ കാണാം, യതആഖബൂന ഫീകും മലായികത്തുൽ ലൈലി വ മലായികത്തുൻ നഹാർ. അങ്ങനെ അവർ അള്ളാഹുവിലേക്ക് ചെന്നാൽ അള്ളാഹു അവരോട് ചോദിക്കും, കൈഫ തറക്തും ഇബാദി. അള്ളാഹു അവരോട് ചോദിക്കും, വഹുവ അഅലമു ബിഹിം. അള്ളാഹുവിന് അവരെ കുറിച്ച് ഏറ്റവും നന്നായി അറിയാം. എന്നാലും മലക്കുകളോട് അള്ളാഹു ചോദിക്കും. മലക്കുകളെ കുറിച്ച് അള്ളാഹു അത് പറയിപ്പിക്കും. മലക്കുകൾ കൊണ്ട് തന്നെ അള്ളാഹു പറയിപ്പിക്കും. മലക്കുകൾ പറയും, അസൈനാഹും വഹും യുസല്ലൂൻ വതറക്നാഹും വഹും യുസല്ലൂൻ. അവരിൽ നിന്ന് പിരിഞ്ഞു വരുമ്പോൾ അവർ നിസ്കരിക്കുകയായിരുന്നു, അവരിലേക്ക് ചെല്ലുമ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു. അള്ളാഹുവിനുള്ള മഹത്തായ ഇബാദത്തിലായിരുന്നു അവർ. പല പണ്ഡിതന്മാരും പറഞ്ഞു, അള്ളാഹു മലക്കുകളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതിന് പിന്നിലുള്ള ഹിക്മത്ത് അവർ പണ്ട് ചോദിച്ചിരുന്നു, അത്തജാലു ഫീഹ മയുഫ്സിദു ഫീഹ വയസ്ഫിക്കു ദിമാ. നീ അവിടെ ചോര ചിന്തുന്ന, കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യനെ ആക്കുകയാണോ ഭൂമിയിൽ? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നു. അതുകൊണ്ട് മലായിക്കത്തിനെ കൊണ്ട് അള്ളാഹു അത് പറയിക്കുമെന്ന്. അതാണ് അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്ന് പല പണ്ഡിതന്മാരും വിശദീകരിച്ചത് കാണാം. അല്ലാഹു തആല അലം. വഹുവ മഅകും ഐനമാ കുൻതും. അവൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും. സഹോദര, നിനക്ക് നന്നാകണോ? നിനക്ക് നിന്റെ ഖൽബ് ശുദ്ധീകരിക്കണോ? നീ കാര്യം മറക്കാതിരിക്കുക. ഒരു സമയത്തും അള്ളാഹു നിന്റെ കൂടെ ഉണ്ടെന്ന്. വഹുവ മഅകും ഐനമാ കുൻതും. നീ എവിടെയായിരുന്നാലും. തസ്കിയത്ത് നേടാനുള്ള മാർഗം എന്താ? ഖൽബ് ശുദ്ധീകരിക്കാനുള്ള മാർഗം എന്താ? ഇതറിയലാണ്. ഇതൊരു നിമിഷം പോലും മറക്കാതിരിക്കലാണ്. അള്ളാഹുവിനെ കുറിച്ച് നീ ഓർക്കലാണ്, അവൻ നിന്റെ കൂടെ ഉണ്ടെന്ന കാര്യം. വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇബ്നു കസീർ പറഞ്ഞു, ഐ റഖീബുൻ അലൈക്കും. ഏത് സമയത്തും അവൻ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഷഹീദുൻ അലാ അമാലിക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അവൻ സാക്ഷിയാണ്. അല്ലാഹു അക്ബർ. ഹൈസു കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും. വഅയ്ന കുൻതും, നിങ്ങൾ എങ്ങനെയായിരുന്നാലും എവിടെയായിരുന്നാലും. ബർറൻ ഔ ബഹ്റാ, കരയിലോ കടലിലോ എവിടെയായിരുന്നാലും. ഫി ലൈലിൻ ഔ നഹാർ, രാത്രിയിലോ പകലിലോ. ഫിൽ ബുയൂതി ഔൽ ഖഫാർ, നിങ്ങളുടെ വീടുകളിലോ അതല്ല ഒഴിഞ്ഞ ഏതെങ്കിലും സ്ഥലങ്ങളിലോ. അൽ ജമീഉ ഫി ഇൽമിഹി അല സവാ, റബ്ബിന്റെ ഇൽമിൽ, അവന്റെ വിജ്ഞാനത്തിൽ ഇതെല്ലാം ഒരുപോലെയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരുപോലെയാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും, രാത്രിയായാലും പകലിലായാലും വീട്ടിലായാലും പുറത്തായാലും ശരി, റബ്ബിനെ സംബന്ധിച്ച് അത് ഒരുപോലെയാണ്. വതഹ്ത ബസരിഹി വസംഇഹി, അവന്റെ കാഴ്ചക്ക് കീഴിലാണ്. അവന്റെ കേൾവിയുടെ പരിധിയിൽ തന്നെയാണ്, അതിന് പരിധിയില്ല. കലാമുക്കും ഫയസ്മഉ കലാമക്കും വയറാ മകാനക്കും, നിങ്ങളുടെ വാക്കവൻ കേൾക്കുന്നു, നിങ്ങളുടെ സ്ഥലം അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. വയഅലമു സിർറക്കും, നിങ്ങളുടെ രഹസ്യം അവൻ അറിയുന്നു. വനജ്വാക്കും, നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളും. കമാ ഖാല തആല, അല്ലാഹു തന്നെ സൂറത്ത് ഹൂദിൽ പറഞ്ഞതുപോലെ, അലാ ഇന്നഹും യസ്നൂന സുദൂറഹും ലിയസ്തഖ്ഫൂ മിൻ അലാ ഹീന യസ്തഗ്ശൂന സിയാബഹും യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ. അലാ ഇന്നഹും, അതാ അവരതാ, യസ്നൂന സുദൂറഹും, അവരവരുടെ നെഞ്ചിങ്ങനെ വളക്കുന്നു. എന്തിനാണ്? ലിയസ്തഖ്ഫൂ മിൻ, അവനിൽ നിന്ന് മറഞ്ഞിരിക്കാൻ എന്നതുപോലെ. ചില ഖുറൈശികളിലെ ചില വിവരമില്ലാത്ത ആളുകൾ പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, 2 സഖീഫ് ഗോത്രക്കാരനും ഒരു ഖുറൈശിയും, അല്ലെങ്കിൽ 2 ഖുറൈശിയും ഒരു സഖീഫ് ഗോത്രക്കാരനും. കസീറുൻ ഷഹ്മു ബുതൂനിഹിം വഖലീലുൻ ഫിഖ്ഹു ഖുലൂബിഹിം. അവരുടെ പ്രത്യേകത എന്താ? ശരീരത്തിൽ നല്ല കൊഴുപ്പുണ്ട്, ശരീരം വണ്ണമുണ്ട്, പക്ഷെ ഖലീലുൻ ഫിഖ്ഹു ഖുലൂബിഹിം, അവരുടെ ഖൽബിൽ ഫിഖ്ഹ് വളരെ കുറവാണ്, ബുദ്ധി വളരെ കുറവാണ്. 3 പേർ. എന്നിട്ട് ചോദിച്ചു അവരിലൊരുവൻ, നമ്മളിപ്പോൾ സംസാരിച്ച അള്ളാഹ് കേൾക്കുമോ? അപ്പോൾ ഒരാൾ പറഞ്ഞു ഇല്ല.
മറ്റാൾ പറഞ്ഞു നമ്മൾ ഒച്ചത്ത് പറഞ്ഞാൽ കേൾക്കും, മെല്ലെ പറഞ്ഞാൽ കേൾക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് ആയത്തിറക്കുകയുണ്ടായി. وما كنتم تستترون أن يشهد عليكم سمعكم ولا أبصاركم ولا جلودكم ولكن ظننتم أن الله لا يعلم كثيرا مما تعملون وذلكم ظنكم الذي ظننتم بربكم أرداكم فأصبحتم من الخاسرين. അവരുടെ കണ്ണും കാതും തൊലിയുമെല്ലാം അവർക്കെതിരിൽ ഖിയാമത്ത് നാളിൽ സാക്ഷ്യം വഹിക്കും. അവർ പറയും, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരിൽ സാക്ഷ്യം വഹിച്ചത്? അപ്പോൾ തൊലികൾ അവരോട് പറയും, ശരീരം ഒന്നാകെ തൊലികളുണ്ടല്ലോ, തൊലിയുണ്ടല്ലോ, ഞങ്ങൾ അള്ളാഹു സംസാരിപ്പിച്ചു, നിങ്ങളത് ഇതൊന്നും മറച്ചു വെച്ചല്ലോ ചെയ്തത്, പക്ഷെ നിങ്ങൾ വിചാരിച്ചു അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന പലതും അറിയുന്നില്ലെന്ന്. വദാലിക്കും ദന്നുക്കുമുല്ലദീ ദനൻതും ബിറബ്ബിക്കും, അതാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് വിചാരിച്ച വിചാരം. അർദാക്കും, അത് നിങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. ഫഅസ്ബഹ്തു മിനൽ ഖാസിരീൻ, നിങ്ങളിതാ അങ്ങനെ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിപ്പോയി. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, അവർ അവരുടെ നെഞ്ചു വളക്കുന്നു കാണാതിരിക്കാൻ. അല ഹീന യസ്തഗ്ശൂന സിയാബഹും, എന്നാൽ അവർ വസ്ത്രം പുതപ്പിട്ട് മൂടുന്ന നേരത്തും യഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നു. ഇന്നഹു അലിമുൻ ബിദാത്തി സുദൂർ, അവൻ നെഞ്ചകങ്ങളിലുള്ളത് അറിയുന്നവനാണ്, ഖൽബിലുള്ളത് അറിയുന്ന റബ്ബാണ്. പിന്നെ അവനിൽ നിന്ന് എങ്ങനെ മറച്ചു വെക്കാൻ സാധ്യമല്ല. അതുപോലെ അള്ളാഹു പറഞ്ഞു സൂറത്തുർ റഅദിൽ, സവാഉം മിൻകും മൻ അസറൽ ഖൗല വമൻ ജഹറ ബിഹി വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി വസാരിബുൻ ബിന്നഹാർ. അവനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ് മെല്ലെ പറഞ്ഞവനും ഉറക്കെ പറഞ്ഞവനും രാത്രി മറഞ്ഞിരിക്കുന്നവനും പകലിൽ വെളിവായി എല്ലാവരും കാണുക സഞ്ചരിക്കുന്നവനുമെല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. ഫലാ ഇലാഹ ഗൈറുഹു വലാ റബ്ബുൻ സിവാഹ്, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല, അവനല്ലാതെ ആരാധനക്ക് അർഹതയില്ല, അവനല്ലാതെ മറ്റൊരു റബ്ബില്ല. വഖദ് സബത ഫി സ്വഹീഹ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി ജിബ്രീൽ ലമ്മ സഅലഹു അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണ് എന്ന് ജിബ്രീൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞെന്താ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, അള്ളാഹുവിനെ നേരിട്ട് കാണുന്നു എന്നതുപോലെ നീ അവനെ ആരാധിക്കലാണ്, അവനെ ഇബാദത്ത് ചെയ്യലാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, സവ്വിദ്നി ഹിക്മതൻ അഈശു ബിഹാ, അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് സാദായി, എനിക്ക് തിരിച്ചു പോകുമ്പോൾ കയ്യിൽ വെക്കാൻ യാത്രാ വിഭവമായി നിങ്ങളൊരു ഹിക്മത്ത് പറഞ്ഞു തരണം. അഈശു ബിഹ, അതുകൊണ്ട് എനിക്ക് ജീവിക്കണം. അങ്ങനെ ഒരു യുക്തിഭദ്രമായ കാര്യം താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഹില്ലാഹ് കമാ തസ്തഹി റജുലൻ മിൻ സാലിഹി അശീറതിക ലാ യുഫാരിഖുക, നീ അള്ളാഹുവിനെ അവനോട് ലജ്ജിക്കുക, അവനോട് എനിക്ക് ലജ്ജ ഉണ്ടായിരിക്കുക. കമാ തസ്തഹി, നീ ലജ്ജിക്കുന്നത് പോലെ റജുലൻ മിൻ സാലിഹി അശീറതിക്, നിന്റെ കുടുംബത്തിലെ നിന്റെ ഗോത്രത്തിലെ വളരെ നല്ലൊരു മനുഷ്യൻ, അയാളുടെ മുന്നിൽ നീ ലജ്ജിക്കുമല്ലോ. അയാളുടെ മുന്നിൽ ഒരു മോശമായ വാക്ക് പറയാൻ ലജ്ജ തോന്നും, അയാളുടെ മുന്നിൽ വൃത്തികേട് ചെയ്യാൻ ലജ്ജ തോന്നും എന്നതുപോലെ നീ അള്ളാഹുവിനോട് ലജ്ജിക്കുക. ലാ യുഫാരിഖുക, ഒരിക്കലും നിന്നെ വേർപിരിയാത്ത ഒരാൾ ഉണ്ടെന്ന് കൂട്ടൂ നിന്റെ കൂടെ. ഇയാളുടെ മുന്നിൽ എങ്ങനെ ലജ്ജിക്കും എന്നതുപോലെ അള്ളാഹു ആകട്ടെ മറ്റൊരാളെയും പോലെയല്ല, ഒരാളും കാണാതെ നമുക്ക് ചെയ്യാം അള്ളാഹു ഒഴികെ. ഇപ്പോൾ നോക്കൂ സഹോദരങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് ഹിക്മത്തായി പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇമാം അൽ ഹാഫിദ് അബൂബക്കർ അൽ ഇസ്മാഈലി റഹിമഹുല്ലാ അദ്ദേഹം ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം അൽ അൽബാനി ഇത് സ്ഥിരപ്പെട്ട സനദോടെയുള്ള ഹദീസാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കണം, നമ്മളൊരു മോശം വാക്ക് പറയാൻ ലജ്ജിക്കും ഒരു മാന്യനായ ഒരാളുണ്ടെങ്കിൽ, ഒരു വൃത്തികേട് കാണാനോ കേൾക്കാനോ പറയാനോ ലജ്ജിക്കും ഒരു മാന്യനായ ഒരാളുടെ മുന്നിൽ. തോന്നിവാസികൾ പോലും നല്ലൊരാളെ കണ്ടാൽ അവരുടെ തോന്നിവാസം നിർത്തിവെക്കും.
എന്നാൽ സഹോദര, എല്ലാ ജലാലത്തിൻ്റെയും ആളമത്തിൻ്റെയും റബ്ബ്, അവനോടാണ് നിനക്ക് ലജ്ജ വേണ്ടത്. നീ അവൻ്റെ മുന്നിൽ ലജ്ജിക്കണം. അവനെ ധിക്കരിക്കാൻ നിനക്ക് ലജ്ജ വേണം. നീ ആകട്ടെ ഓരോ നിമിഷവും അവനിലേക്ക് ആവശ്യക്കാരനാണ്. അവൻ തന്നതല്ലാതെ ഒന്നുമില്ല നിന്റെ കയ്യിൽ. അവനാകട്ടെ നിന്നെ കൊണ്ട് യാതൊരു ആവശ്യവുമില്ലാത്തവനാണ്. നിന്നെ മാത്രമല്ല, ഭൂമിയിലെ മുഴുവൻ പടപ്പുകളെയും ഒന്നാകെ തുടച്ചു നീക്കി മറ്റൊരു പടപ്പിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ അതവന് പ്രയാസമില്ലാത്തതാണ്, എളുപ്പമാണ്. അങ്ങനെയുള്ള റബ്ബിനോട് നിനക്ക് ഹയാ ഉണ്ടായിരിക്കുക. അതുപോലെ ഇതാ മറ്റൊരു ഹദീസ് ഇമാം അബൂ ദാവൂദ് റിവായത്ത് ചെയ്തതാണ്. അബ്ദുല്ലാഹി ഇബ്നു മുആവിയ അൽ ഗാദിരി എന്നു പേരുള്ള ഒരു സഹാബി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മുആവിയ അൽ ഗാദിരി, അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, സലാസുൻ, 3 കാര്യങ്ങൾ, മൻ ഫഅലഹുന്ന ഫഖദ് തഅമൽ ഈമാൻ, ഈ 3 കാര്യങ്ങൾ ഒരാൾ പ്രവർത്തിച്ചാൽ അവൻ ഈമാൻ രുചിച്ചിരിക്കുന്നു, അവൻ ഈമാൻ കിട്ടി, അവൻ ഈമാൻ രുചിച്ചിരിക്കുന്നു. ഒന്ന്, ഇൻ അബദല്ലാഹ വഹ്ദഹ്, അള്ളാഹുവിനെ മാത്രം അവൻ ഇബാദത്ത് ചെയ്യുക. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഇബാദത്തിൻ്റെ ഒരംശവും കൊടുക്കരുത്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇല്ല, അവനല്ലാത്തവരോട് ഇസ്തിഗാസയില്ല, അവനല്ലാത്തവർക്ക് നേർച്ചയില്ല, അവനല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യലില്ല. ഇതെല്ലാം ശിർക്കാണ്. അള്ളാഹുവിനെ മാത്രം അവൻ ഇബാദത്ത് ചെയ്യും. വഅഅതാ സകാത മാലിഹി, അവനവൻ്റെ സമ്പത്തിൻ്റെ സകാത്ത് കൊടുക്കും. എങ്ങനെയാണ് കൊടുക്കുക? തയ്യിബതൻ ബിഹാ നഫ്സുഹ്, നല്ല മനസ്സോടെ അവൻ കൊടുക്കും. ഫി കുല്ലി ആമിൻ, എല്ലാ വർഷവും. വലം യുഅ്തിൽ ഹരിമ, സകാത്ത് കൊടുക്കുമ്പോൾ അവൻ്റെ കാലികളാണെങ്കിൽ അതിൽ ഏറ്റവും വയസ്സായതിന് അവൻ കൊടുക്കുകയില്ല. വലദ്ദരിന, ദരിന എന്നാൽ വ്രണം വന്ന, രോഗം വന്നതിന് കൊടുക്കുകയില്ല. വല ശറത്ത് അല്ലഈമ, അങ്ങേറ്റം വില കുറഞ്ഞത് കൊടുക്കുകയില്ല. വലൽ മരീദ, രോഗം വന്നതിന് കൊടുക്കുകയില്ല. ഇങ്ങനെ ആർക്കും വേണ്ടാത്തതല്ല അവൻ കൊടുക്കുക. എന്നാലോ അള്ളാഹു ഏറ്റവും മുന്തിയത് കൊടുക്കാൻ നിർബന്ധമാക്കിയിട്ടില്ല. അള്ളാഹു സക്കാത്ത് കൊടുക്കും. ഏറ്റവും മുന്തിയത്, ഒരാൾക്ക് കാലികളുണ്ട്, അതിൻ്റെ സക്കാത്ത് കൊടുക്കണമല്ലോ. അതിൻ്റെ പരിധി എത്തിയാൽ അത് കൊടുക്കുമ്പോൾ ഏറ്റവും മുന്തിയത് കൊടുക്കേണ്ടതില്ല. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മുന്തിയത് എടുക്കുന്നത് സക്കാത്ത് ശേഖരിക്കാൻ അയക്കുന്ന ആളോട് പ്രത്യേകം വിലക്കിയിട്ടുണ്ട്. വയ്യാക വകറായിമ അംവാലിഹിം, അവരുടെ മുന്തിയ സ്വത്തെടുക്കാൻ പാടില്ല. ഏറ്റവും താണതെടുക്കരുത്, നടുവിലുള്ള എടുക്കുക. ഇനി അതിൻ്റെ ഉടമസ്ഥൻ അയാൾ ഇഷ്ടത്തോടെ തൃപ്തിയോടെ ഏറ്റവും മുന്തിയത് തന്നാൽ സ്വീകരിക്കാം, പക്ഷെ അത് നിർബന്ധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ പറയുന്നു, വലാകിൻ മിൻ ഔസത്തി അംവാലിക്കും, മറിച്ച് നിങ്ങളുടെ സമ്പത്തിലെ ഒരു വസത്ത്, മധ്യ നിലവാരത്തിലുള്ള, വളരെ മോശമായതുമല്ല എന്നാൽ വളരെ മുന്തിയതുമല്ല, ഒരു മധ്യത്തിലുള്ള, അത് സക്കാത്തായി കൊടുക്കുകയും ചെയ്യുക. രണ്ടാമത്തേതാണ്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസക്കാ നഫ്സഹ്, അവൻ നഫ്സ് ശുദ്ധീകരിച്ചു, തസ്കിയത്തു നഫ്സ് നടത്തി, അവൻ്റെ ഖൽബ് ശുദ്ധീകരിച്ചു അവൻ. വഖാല റജുൽ, അപ്പോൾ ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, മാ തസ്കിയത്തുൽ മർഇ നഫ്സഹ്, എന്താണ് ഒരാൾ ഖൽബ് ശുദ്ധീകരിക്കാൻ ചെയ്യേണ്ടത്? ഫഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅലമു അന്ന അല്ലാഹ മഅഹു ഹൈതു കാൻ, അയാൾ അറിയലാണ് അള്ളാഹു അവൻ്റെ കൂടെ ഉണ്ടെന്ന്. അവൻ എവിടെയായിരുന്നാലും അള്ളാഹു അവൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയലാണ് തസ്കിയത്തു നഫ്സിനുള്ള മാർഗം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നുഫൂസ് അത് ശുദ്ധീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആതി നുഫൂസന തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ അൻത വലിയുഹ വമൗലാഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, വ്യഭിചാരം എങ്ങനെയും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ വന്നപ്പോൾ അയാളോട് എന്താണ് ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ അത് നിന്റെ ഉമ്മയുടെ കാര്യത്തിൽ നീ അത് ഇഷ്ടപ്പെടുന്നുണ്ടോ? എൻ്റെ ഉമ്മ വ്യഭിചരിക്കാന്ന് പറഞ്ഞാൽ? അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നാസു ലാ യുഹിബ്ബൂനഹു ലി ഉമ്മഹാതിഹിം, ജനങ്ങളും അങ്ങനെ തന്നെയാണ്, അവരാരും അവരുടെ ഉമ്മമാർ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോന്ന് ചോദിച്ചു.
പെൺമക്കളെപ്പോലെ പെങ്ങളെപ്പോലെ അങ്ങനെയുള്ള അടുത്ത ബന്ധുക്കളെക്കുറിച്ച് ചോദിച്ചു. അയാൾ പറഞ്ഞില്ല, അവരൊന്നും വ്യഭിചരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളും അങ്ങനെ തന്നെയാണ്. അവരെ പെങ്ങന്മാർ, അവരെ പെൺമക്കൾ ഇവരൊന്നും വ്യഭിചരിക്കുന്നത് അവർക്കിഷ്ടമല്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുവാവിൻ്റെ ശരീരത്തിൽ സ്പർശിക്കുകയും എന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്യുകയും ചെയ്തു. അല്ലാഹുമ്മഗ്ഫിർ ദംബഹ വതഹിർ ഖൽബഹ വഹസ്സിൻ ഫർജഹ. അല്ലാഹുമ്മഗ്ഫിർ ദംബഹ വതഹിർ ഖൽബഹ വഹസ്സിൻ ഫർജഹ. അല്ലാഹുവേ, ഇയാളുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ, ഇദ്ദേഹത്തിൻ്റെ ഖൽബ് നീ ശുദ്ധീകരിക്കണമേ. ഹസ്സിൻ ഫർജഹ, ഇദ്ദേഹത്തിൻ്റെ ലൈംഗികാവയവം അത് ഹറാമുകളിൽ നിന്ന് നീ കാത്തു സൂക്ഷിക്കണമേ, രക്ഷിക്കണമേ. അയാൾ പിന്നെ ഇതുപോലുള്ളതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര റിഫ്ഖോടെയാണ്, എത്ര സൗമ്യതയോടെയാണ്, എത്ര സ്നേഹത്തോടെയാണ്, എത്ര റഹ്മത്തോടെയാണ് വളരെ മ്ലേച്ഛമായ ഒരു പാപത്തെക്കുറിച്ച് ചോദിച്ചു വന്ന ഒരാളെ അയാളോട് പെരുമാറിയത്. അയാളെ നന്നാക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചത്. അള്ളാഹു പറഞ്ഞത് എത്ര ഹക്കാണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സ്വലവാതു റബ്ബി വസലാമുഹു അലൈഹി. ലഖദ് ജാഅക്കും, നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ സാധിക്കാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനുകളോട് ഏറെ ദയവും കാരുണ്യവുമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഇങ്ങനെ നോക്കൂ സഹോദരങ്ങളെ, ഖൽബ് ശുദ്ധിയാക്കുക, അള്ളാഹു അത് ശുദ്ധിയാക്കി തരിക എന്നതാണ് വലിയ കാര്യം. കാരണം അത് നന്നായാൽ ബാക്കിയുള്ളത് നന്നാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതുപോലെ, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാൽ ബാക്കിയെല്ലാം നന്നായി, അത് ദുഷിച്ചാൽ ബാക്കിയെല്ലാം ദുഷിച്ചു. അതാണ് ഖൽബ്. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ അവൻ വെറുക്കുന്ന എല്ലാ കാര്യത്തിൽ നിന്നും ശുദ്ധീകരിച്ചു തരുമാറാകട്ടെ. ആമീൻ. ഇതാ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം 2 ബൈത്തുകൾ ചൊല്ലാറുണ്ടായിരുന്നു, 2 വരി കവിത. എന്താണ്? ഇദാ മാ ഖലൗത അദ്ദഹറ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു വലാ തഹ്സബന്ന അല്ലാഹ യഗ്ഫുലു സാഅതൻ വലാ അന്നമാ തുഖ്ഫി അലൈഹി യഗീബു. ഇദാ മാ ഖലൗത അദ്ദഹറ, നീ ഏതെങ്കിലും ഒരു കാലത്തൊരു ദിവസം നീ ഒറ്റക്കായിരുന്നാൽ, ഫലാ തഖുൽ ഖലൗതു, നീ പറയരുത് ഞാനിതാ ഇപ്പം ഞാൻ ഒറ്റക്കാണ് എന്ന് നീ പറയരുത്. വലാകിൻ ഖുൽ അലയ്യ റഖീബു, മറിച്ച് നീ പറയുക എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരുത്തനുണ്ട്. അത് നാവോട് പറയാനല്ല ഉദ്ദേശം, മറിച്ച് ഏത് സമയത്തും നീ അത് മനസ്സിലാക്കുക. ഏത് സമയത്തും നീ മനസ്സിലാക്കുക, നീ ഒറ്റക്കല്ല, നിരീക്ഷിച്ചുകൊണ്ട് നിന്റെ റബ്ബുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. എന്താണ് മിർസാദിന്റെ അർത്ഥം എന്നറിയുമോ? നമ്മൾ കാണാത്ത ഒരു സ്ഥലത്ത് നിന്ന് നമ്മെ നോക്കുന്ന ഒരാൾ എന്നാണ് മിർസാദിന്റെ അർത്ഥം, വാക്കർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ 7 ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അകലെയുള്ളതോ ഒന്നും അവ്യക്തമോ ഒന്നും തിരിയാത്തതോ വ്യക്തത ആവശ്യമുള്ളതോ ഒന്നുമല്ല. അവൻ ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവനാണ്. മുടിനാരിഴക്കീറി തലനാരിഴക്കീറി എന്നൊക്കെ പറയുമല്ലോ, ഏറ്റവും സൂക്ഷ്മമായി അവൻ അറിയുന്നവനാണ്. ഒന്നും അവൻ അറിയാതെ പോകുന്നില്ല. സുബ്ഹാനല്ലാഹ്, നസ്തഗ്ഫിറുല്ലാഹ വനതൂബു ഇലൈഹി. അല്ലാഹു പറഞ്ഞു അടുത്ത ആയത്തിൽ, ലഹു മുൽക്കു സമാവാതി വൽ അർദ് വഇലല്ലാഹി തുർജഉൽ ഉമൂർ. ലഹു, അവനുള്ളതാണ്, മുൽക്കു സമാവാതി വൽ അർദ്, അവൻ്റെതാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും മുൽക്ക്, അതിൻ്റെ അധികാരം, അതിൻ്റെ ആധിപത്യം അള്ളാഹുവിൻ്റെതാണ്. വഇലല്ലാഹി, അള്ളാഹുവിലേക്കാണ്, തുർജഉൽ ഉമൂർ, കാര്യങ്ങളുടെ എല്ലാം മടക്കം, അതെല്ലാം മടങ്ങിപ്പോകുന്നത് അള്ളാഹുവിലേക്കാണ്. ഇബ്നു കസീർ പറയുന്നു, ഐ ഹുവൽ മാലികു ലിദ്ദുനിയ വൽ ആഖിറ, അവനാണ് ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും ഉടമസ്ഥൻ. ഏതുപോലെ വഇന്ന ലനാ ലൽ ആഖിറത വൽ ഊല, അള്ളാഹു പറഞ്ഞില്ലേ ആഖിറത്തും ഈ ലോകവും അവസാനത്തും ആദ്യത്തേതും നമ്മുടേതാണ്.
അള്ളാഹുവിൻ്റെതാണ് ഇതെല്ലാം. വഹുവൽ മഹ്മൂദു അലാ ദാലിക്, അതിലെല്ലാം അവൻ മഹ്മൂദാണ്, അവൻ ഹംദിന് മാത്രം അർഹനാണ്. അവൻ്റെ ഏത് പ്രവൃത്തി ചെയ്താലും അവൻ ആക്ഷേപിക്കാൻ പാടുണ്ടോ? ആക്ഷേപത്തിന് അർഹനാണോ അവൻ? ഒരിക്കലുമല്ല. നോക്കൂ, ഒരു മുസ്ലിം അവന് ഖൈർ വന്നാൽ അവൻ പറയും അൽഹംദുലില്ലാഹ്, അവന് ഷർ വന്നാലോ അള്ളാഹ്ക്ക് ദമ്മ് പറയുമോ? അവൻ ഹംദ് പറയേണ്ടതിന് പകരം അതിൻ്റെ വിപരീതം ദമ്മ് പറയുമോ? ഇല്ല, അവൻ പറയും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് ഹംദ്. എന്തുകൊണ്ടാണത്? അള്ളാഹുവിൻ്റെ ഒരു തീരുമാനവും ഷറല്ല. അള്ളാഹുവിൻ്റെ ഏത് തീരുമാനത്തിൻ്റെ പിന്നിലും അവൻ്റെ ഹിക്മത്തുണ്ട്. അവൻ അബഥായി വെറുതെ ഒന്നും പ്രവർത്തിക്കുകയില്ല. അവൻ്റെ ഏത് തീരുമാനത്തിനു പിന്നിലും അവൻ്റെ ഹിക്മത്തുണ്ട്. അത് ഖൈറാണ്. നമുക്കത് താൽക്കാലികമായി ഷർറായാലും അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് ഒരു കാലത്ത് അത് ഷർറായാലും അള്ളാഹു അതുകൊണ്ട് പലതും ഉദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹു അവൻ്റെ ഏത് ഖദാവും നമുക്ക് ഖൈറാക്കി തരുമാറാകട്ടെ. അള്ളാഹു ഖദായിലെ ഷർറിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖദായിലെ ഷർ എന്നാൽ അള്ളാഹുവിൻ്റെ ആത്യന്തികമായി അതിൻ്റെ പിന്നിൽ ഹിക്മത്തുണ്ട്, എന്നാൽ ആപേക്ഷികമായി അത് പലർക്കും ഷർറാകും. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ നേടിയിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹ്ദിൽ ബലാ വദറക്കി ശഖാ വസൂഇൽ ഖദാ വശമാതത്തിൽ അഅദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ നേടിയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, മിൻ ജഹ്ദിൽ ബലാ, പരീക്ഷണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടേണ്ടി വരുന്നത് നിന്ന്, വദറക്കി ശഖാ, ദൗർഭാഗ്യം നേരിടേണ്ടി വരുന്നതിൽ നിന്ന്, വസൂഇൽ ഖദാ, മോശമായ വിധിയിൽ നിന്ന്. അതെങ്ങനെയാണ് മോശമാവുക? ആപേക്ഷികമായിട്ടാണ്. അതിൽ നിന്ന് അള്ളാഹുവിനോട് നമുക്ക് രക്ഷ തേടണം. വശമാതത്തിൽ അഅദാ, ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്നും. ശത്രുക്കൾ സന്തോഷിക്കാൻ എപ്പോഴാണ് നമുക്ക് പ്രയാസം ഉണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷ തേടിയിരുന്നു. നമ്മൾ ദുആ ചെയ്യുക, റബ്ബിനോട് ആഫിയത്ത് ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹ്ദിൽ ബലാ വദറക്കി ശഖാ വസൂഇൽ ഖദാഇ വശമാതത്തിൽ അഅദാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ അഫ്വ വൽ ആഫിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ദുആ ചെയ്യാൻ ഉപദേശിച്ചതാണ്. അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കുക, അഫ്വും ആഫിയത്തും ചോദിക്കുക. അൽഹംദുലില്ലാഹ്, ഷർറ് ചോദിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഷർറ് ചോദിക്കരുത്, ഖൈറാണ് ചോദിക്കേണ്ടത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ രോഗിയായി കിടക്കുന്ന കണ്ടു, ശരീരമാകെ തളർന്ന് ഒന്നും കഴിയാത്ത രൂപത്തിൽ. റസൂലുള്ളാഹി അയാളോട് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ദുആ ചെയ്യാറുണ്ടോ? അയാൾ പറഞ്ഞു, നബിയെ ഞാൻ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ, എന്നെ നീ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നീ അതൊക്കെ എനിക്ക് ദുനിയാവി തരണേ, ആഖിറത്തിലേക്ക് വെക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ എന്താ പറഞ്ഞു? നല്ല ദുആ, ഇങ്ങനെയാണ് ദുആ ചെയ്യേണ്ടതാണോ? അല്ല, സൂഫികൾ പറയും പോലെ നരകായിക്കോട്ടെ കുഴപ്പമില്ല. എന്ത് സുഫഹാണ്! അള്ളാഹുവിൻ്റെ നബിമാരെക്കാൾ നല്ലവരാണവർ എന്നാണ് വിചാരം. അല്ല, പിശാചുക്കളെ പോലെ മോശക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വലാ തുതീഖു ദാലിക്, സുബ്ഹാന, നിനക്കത് സാധിക്കുകയില്ല. നീ ദുആ ചെയ്യുക, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അയാൾ ദുആ ചെയ്തു, രോഗം സുഖപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറഞ്ഞു, വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ. സൂറത്തുൽ ഖസസിൽ അല്ലാഹു പറഞ്ഞു, വഹുവല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനാകുന്നു അല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. ലഹുൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ, അവനാണ് ആദ്യത്തിലും അവസാനത്തിലും ഹംദ്. നോക്കൂ, സൃഷ്ടിപ്പിന്റെ തുടക്കം പറഞ്ഞപ്പോൾ ഖുർആൻ അല്ലാഹു പറഞ്ഞെന്താ? അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വജഅലൽ ദുലുമാതി വൻ നൂർ ثم الذين كفروا بربهم يعدلون. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. ഖലഖസ് സമാവാതി വൽ അർദ്, അവൻ ആകാശങ്ങളും ഭൂമിയും പടച്ചു, അതിൽ ഇരുട്ടുകളും വെളിച്ചവും ഏർപ്പെടുത്തി. ഇത് സൃഷ്ടിപ്പിന്റെ തുടക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. എന്നാൽ ഒടുക്കത്തെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, സ്വർഗ്ഗക്കാരെ സ്വർഗ്ഗത്തിലും നരകക്കാരെ നരകത്തിലുമാക്കി. وترى الملائكة حافين من حول العرش يسبحون بحمد ربهم وقضي بينهم بالحق وقيل الحمد لله رب العالمين. സ്വർഗ്ഗക്കാരെ സ്വർഗ്ഗത്തിലും നരകക്കാരെ നരകത്തിലുമാക്കി. മലായികത്തിനെ നിനക്കന്ന് കാണണം. ഹാഫീന മിൻ ഹൗലിൽ അർശ്,
അള്ളാഹുവിൻ്റെ അർശിന് ചുറ്റും കൂടിയവരായി. ഹാഫീന മിൻ ഹൗലിൽ അർശ് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അള്ളാഹുവിനെ തസ്ബീഹും ഹംദും ചെയ്തുകൊണ്ട്. വഖുദിയ ബൈനഹും ബിൽ ഹഖ്, അവർക്കിടയിൽ അള്ളാഹുവിൻ്റെ പടപ്പുകൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു മുമ്പുള്ള ആയത്തുകളിൽ കാണാം വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ വസീഖല്ലദീന തഖവ റബ്ബഹും ഇലൽ ജന്നതി സുമറ, സ്വർഗ്ഗക്കാരെ സ്വർഗ്ഗത്തിലേക്കും നരകക്കാരെ നരകത്തിലേക്കും തെളിച്ചു കൊണ്ടുപോയി. അവസാനമുള്ള വാക്കെന്താ? വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്ന എല്ലാ ഹംദും. നിങ്ങൾ സൂറത്തുൽ ജാസിയയുടെ അവസാന ഭാഗം എടുത്തു നോക്കൂ. നരകക്കാരെ നരകത്തിലാക്കുന്ന കാര്യം പറഞ്ഞതിന് ശേഷം അള്ളാഹുവിന് ഹംദ് പറഞ്ഞത് കാണാം. അള്ളാഹുവിന് ഹംദ്, കാരണം അവൻ്റെ ഏത് പ്രവൃത്തിയിലും അവൻ ഹംദിന് അർഹനാണ്, അവൻ മഹ്മൂദാണ് ഏത് സമയത്തും. അള്ളാഹു ദാ പറഞ്ഞു സൂറത്തു സബഇൽ, അൽഹംദുലില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വലഹുൽ ഹംദു ഫിൽ ആഖിറ വഹുവൽ ഹകീമുൽ ഖബീർ. ഇബ്ൻ കസീർ പറഞ്ഞു ഫജമീഉ മാ ഫിസ് സമാവാതി വൽ അർദ് മുൽക്കുല്ലഹ്. ഈ ആയത്തിലുള്ളതുപോലെ, ഈ സൂറത്തുൽ ഹദീദിലെ ആയത്തിലുള്ളതുപോലെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അവൻ്റെ മുൽക്കാണ്. വഅഹ്ലുഹുമാ അബീദുൻ വഅരിഖാഉ അദില്ലാഉ ബൈന യദൈഹി, അവയിലുള്ളതെല്ലാം അവൻ്റെ അടിമകളാണ്. എങ്ങനെയുള്ള അടിമകളാണ്? നിസാരരായ, അവനു മുന്നിൽ നിന്ദ്യരായ അടിമകൾ. അവന് നിന്ദ്യരായത് എന്ന് പറഞ്ഞാൽ അവന് മുന്നിൽ എത്രയോ താഴ്ന്ന, അവനോളം ഒരു ഇസ്സത്തുമില്ലാത്തവർ, അവൻ നൽകിയ ഇസ്സത്തല്ലാതെ ഇല്ലാത്തവർ. ഏതുപോലെ സൂറത്തു മറിയമിൽ അല്ലാഹു പറഞ്ഞു ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാൻ അബ്ദ, ആകാശങ്ങളിലോ ഭൂമിയിലോ ആരുമില്ല റഹ്മാനായ റബ്ബിന് മുന്നിൽ വെറും അടിമയായി വരാതെ ഒരു അബ്ദായി വരും. എത്ര വലിയ ഈ ഭൂമിയിലെ രാജാവോ ചക്രവർത്തിയോ വലിയ അധികാരവും പദവികളുമുള്ള ആളുകളോ ആകട്ടെ, റബ്ബിന്റെ മുന്നിൽ അബ്ദായി അവരെല്ലാം വരുന്നതാണ്. ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ, അല്ലാഹു പറഞ്ഞു ലഖദ് അഹ്സാഹും, അവനവരെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു, അവരുടെ കണക്ക് റബ്ബിന്റെ കയ്യിലുണ്ട്. വഅദ്ദഹും അദ്ദ, അല്ലാഹു അവരെ എണ്ണിക്കണക്കാക്കിയിരിക്കുന്നു. യാ റബ്ബൽ ആലമീൻ, സുബ്ഹാനല്ലാഹ്. ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ മസ്ജിദിൽ ഇപ്പൊ എത്ര ആളുണ്ട് നമുക്ക് നോക്കി പറയാൻ കഴിയില്ല. എന്നെങ്കിൽ എത്ര പണിയുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള പടപ്പുകളെ കുറിച്ച് റബ്ബ് പറയുന്നു ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, അവരെല്ലാവരും ഖിയാമത്ത് നാളിൽ ഫർദൻ, ഒറ്റക്കായി വരും, ഒറ്റക്കൊറ്റക്ക് വരും. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ പടപ്പുകളിൽ ഒരാൾ, ഏതെങ്കിലും ഒരാൾ ആരാകട്ടെ, ചിലപ്പോൾ ഒരു നിസാരനായ ഒരു മനുഷ്യനാണ്, എന്നാലും നമ്മോട് ഒന്ന് പറയുന്നു ഒന്നൊറ്റക്ക് കാണാണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ചിന്ത ചിലപ്പോൾ ശുഗലിലായി പോകും. എന്തിനായിരിക്കും ആളങ്ങനെ പറഞ്ഞത്? അള്ളാഹു പറയുന്നു വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, അവരെല്ലാവരും ഖിയാമത്ത് നാളിൽ ഫർദൻ, ഒറ്റക്കായി വരുന്നതാണ്. അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും, വാക്കിനും പ്രവർത്തികൾക്കുമെല്ലാം, ചെയ്തതിനും അതുപോലെ നമ്മൾ കാരണക്കാരായതിനുമെല്ലാം അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. നസ്അലുല്ലാഹൽ ആഫിയ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ലോകത്തെയും പരലോകത്തെയും എല്ലാ ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി തരുമാറാകട്ടെ. അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ അവസാനം അള്ളാഹു പറഞ്ഞത് വഇലല്ലാഹി തുർജഉൽ ഉമൂർ വഇലല്ലാഹു മുൽക്കു സമാവാതി വൽ അർദ് വഇലല്ലാഹി തുർജഉൽ ഉമൂർ, അവനിലേക്കാണ് എല്ലാ കാര്യങ്ങളും മടക്കപ്പെടുന്നത്. ഇബ്ൻ കസീർ പറയുന്നു, അതായത് ഇലൈഹിൽ മർജിഉ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനിലേക്കാണ് മടക്കം. ഫയഹ്കുമു ഫീ ഖൽഖിഹി, അവനവന്റെ പടപ്പുകൾക്കിടയിൽ വിധി പറയും. ബിമാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ. വഹുവൽ ആദിൽ, അവനാണ് നീതിമാൻ. അല്ലദീ ലാ യജൂറു വലാ യദ്ലിമു മിസ്ഖാല ദർറ, ഒരണുമണിത്തൂക്കം പോലും അനീതി കാണിക്കാത്ത നീതിമാൻ. ബൽ ഇയകുൻ അമലു അഹദിഹിം ഹസനതൻ വാഹിദ യുദാഇഫുഹാ ഇലാ അശറതി അംസാലിഹാ, എത്രത്തോളം അവൻ നീതിമാനാണെന്ന് മാത്രമല്ല അവന്റെ ഫദ്ൽ, അവന്റെ ഔദാര്യം എത്രയുണ്ട്. ഒരാളുടെ നന്മ, ഒരൊറ്റ നന്മയാണെങ്കിൽ അള്ളാഹു അത് ഇരട്ടിയാക്കും. വയുഅതി മിൻ ലദുൻഹു അജ്റൻ അളീമ, എന്നിട്ട് അവനിൽ നിന്നുള്ള മഹത്തായ പ്രതിഫലം അവർക്ക് നൽകും. ഏതുപോലെ സൂറത്തുൽ അംബിയായിലെ ഒരു മഹത്തായ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുദ്ലമു നഫ്സുൻ ഷൈഅ
وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. നാം അതാ നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കും ഖിയാമത്ത് നാളിൽ. അന്ന് ഒരു നഫ്സും അനീതി കാണിക്കപ്പെടുകയില്ല, ആരോടും അനീതിയില്ല. ഒരു അണുമണി തൂക്കം, ഒരു ചെറിയ ഉറുമ്പിന്റെ കാലിന്റെ അത്രയെങ്കിലും നന്മ ഒരാൾ കൊണ്ടോ ഒരു കാര്യമുണ്ടോ നാം അത് കൊണ്ടുവരും. അള്ളാഹു പറയുന്നു അത്രയുമുള്ള കാര്യമാണോ നാം അത് കൊണ്ടുവരും. വകഫാ ബിനാ ഹാസിബീൻ, കണക്ക് നോക്കാൻ നാം തന്നെ മതി. അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ മതി. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ദർസിൽ പറയാം ഇൻഷാ അല്ലാഹ്. ഞായറാഴ്ചകളിൽ അസറിന് ശേഷം ഈ മസ്ജിദിൽ അറബി ഭാഷ പഠനം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും പങ്കെടുക്കുക. അറബി ഭാഷ പഠിക്കുന്നത് വലിയ ഖൈറാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ മഅന അത് ഓതുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം മനസ്സിലാക്കാൻ ഒന്നാമതായി അത് നമ്മെ സഹായിക്കും. നസ്അലുല്ലാഹ ലി വലക്കും തൗഫീഖ്. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصيبات الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عادانا ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. والله تعالى أعلم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.